ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. മിച്ചൽ സ്റ്റാർക്കിന് മുന്നിൽ മുട്ടുമടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇനി എന്തൊക്കെ വന്നാലും എത്രയൊക്കെ വിക്കറ്റ് വീണാലും അറ്റാക്ക് ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യമായി ആ ഒരൊറ്റ മൈൻഡ് സെറ്റുമായി ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഡൽഹി ക്യാപിറ്റൽസിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉയർത്തിയ 164 എന്ന വിജയലക്ഷ്യം 24 പന്തുകൾ ബാക്കി നിൽക്കെ വെറും 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസ് മറികടന്നത്. അവരുടെ സെക്കൻഡ് ഹോമായ വിശാഖപട്ടണത്ത് തുടർച്ചയായ രണ്ടാം വിജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എങ്ങനെ തോൽപ്പിക്കണമെന്നതിനെക്കുറിച്ച് ഹൈദരാബാദിൽ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ഒരു ബ്ലൂ പ്രിന്റ് നൽകിയിരുന്നു. ഓരോ പന്തും അറ്റാക്ക് ചെയ്യാനായിരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് ശ്രമിക്കുക. അങ്ങനെയുള്ള അവരുടെ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് യൂണിറ്റിനെ കൃത്യമായ പ്ലാനിങ്ങോടെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക. അതുതന്നെയാണ് അന്ന് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ മാൻ ഓഫ് ദ മാച്ചായ ഷർദുൽ താക്കൂറും പറഞ്ഞത്. അവർക്ക് ബാറ്റ് കൊണ്ട് ഞങ്ങളെ ആക്രമിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ബോൾ കൊണ്ട് അവരെ ആക്രമിച്ചുകൂടാ. അവർ അന്ന് മുന്നോട്ട് വെച്ച പദ്ധതി അതിലും വൃത്തിയായി ഡൽഹി ക്യാപിറ്റൽസ് നടപ്പിലാക്കി. അതിന് കുന്തമുനയായത് മിച്ചൽ സ്റ്റാർക്കും. ഈ മത്സരത്തിന്റെ ഒരു പ്രിവ്യൂ വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു. മിച്ചൽ സ്റ്റാർക്ക് വേഴ്സസ് സൺറൈസേഴ്സ് ടോപ്പ് ഓർഡർ. ഈ ഒരു ബാറ്റിൽ ആര് ജയിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കപ്പെടുക എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അത് തന്നെ സംഭവിച്ചു. ഞാനത് പറഞ്ഞതിന് വ്യക്തമായൊരു കാരണമുണ്ടായിരുന്നു. കാരണം മിച്ചൽ സ്റ്റാർക്കിന് സൺറൈസേഴ്സിന്റെ ടോപ്പ് ഓർഡറിനെതിരെ മികച്ച റെക്കോർഡാണുള്ളത്. കഴിഞ്ഞ സീസണിൽ ക്വാളിഫയറിലും ഫൈനലിലും സൺറൈസേഴ്സ് ബാറ്റിംഗിന്റെ മുനയൊടിച്ചത് അന്ന് KKR താരമായ മിച്ചൽ സ്റ്റാർക്ക് ആയിരുന്നു. ഹെഡിനെതിരെയും അഭിഷേക് ശർമ്മയ്ക്കെതിരെയും ഒക്കെ വളരെ മികച്ച റെക്കോർഡാണ് മിച്ചൽ സ്റ്റാർക്കിനുള്ളത്. ആ ഒരു മികച്ച ട്രാക്ക് റെക്കോർഡ് മിച്ചൽ സ്റ്റാർക്ക് ഇവിടെയും ആവർത്തിച്ചു. അതിന് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭാഗത്തു നിന്നുകൂടി സഹായം ഉണ്ടായി എന്നത് മറ്റൊരു വസ്തുത. ഞാൻ ഉദ്ദേശിച്ചത് അഭിഷേക് ശർമ്മയുടെ റൺഔട്ടിനെയാണ്. ഹെഡും അഭിഷേക് ശർമ്മയും തമ്മിലുള്ള ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കാരണമാണ് അവർക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാവുന്നത്, ഒരു റൺഔട്ടിന്റെ രൂപത്തിൽ. പവർ പ്ലേയിൽ വീണ ബാക്കിയുള്ള 3 വിക്കറ്റുകൾ മിച്ചൽ സ്റ്റാർക്ക് സ്വന്തമാക്കി. ഇഷാൻ കിഷൻ, നിതീഷ് റെഡ്ഡി, ട്രാവിസ് ഹെഡ് എന്നിവരുടെ വിക്കറ്റാണ് പവർ പ്ലേയിൽ മിച്ചൽ സ്റ്റാർക്ക് പിഴുതത്. പവർ പ്ലേയിൽ തന്നെ വിക്കറ്റ് എടുത്ത് സൺറൈസേഴ്സിന്റെ ബാറ്റിംഗ് ഓർഡറിൽ ഒരു ഡെന്റ് വീഴ്ത്തുക എന്നത് തന്നെയാണ് സൺറൈസേഴ്സിനെ പിടിച്ചുകെട്ടാനുള്ള ഏറ്റവും മികച്ച മാർഗം. അത് ഫലപ്രദമായി ഡൽഹി ക്യാപിറ്റൽസ് നടപ്പിലാക്കി. അതിനുശേഷം ഹൈൻറിച്ച് ക്ലാസനും അനികേത് വർമ്മയും കൂടി ഒരു റീബിൽഡിങ്ങിന് ശ്രമിച്ചെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീണുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് കുൽദീപ് യാദവിന്റെ ഇൻട്രൊഡക്ഷനോടുകൂടി. സ്റ്റാർക്ക് കഴിഞ്ഞാൽ ഡൽഹി നിരയിൽ ഏറ്റവും മികച്ച രീതിയിൽ ബോൾ ചെയ്തത് കുൽദീപാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് സൺറൈസേഴ്സിന്റെ യുവതാരമായ അനികേത് വർമ്മയുടെ പ്രകടനമാണ്. ഒരറ്റത്ത് വിക്കറ്റുകൾ തുടരെ വീണുകൊണ്ടിരിക്കുമ്പോഴും തന്റെ ഇന്നിംഗ്സ് മികച്ച രീതിയിൽ തന്നെ അനികേത് മുന്നോട്ട് കൊണ്ടുപോയി. 41 പന്തുകളിൽ നിന്ന് 5 ബൗണ്ടറികളുടെയും 6 സിക്സറുകളുടെയും അകമ്പടിയോടുകൂടി 74 റൺസ്. സൺറൈസേഴ്സിന്റെ സ്കോർ 180 കടത്താൻ സഹായകമായത് അനികേതിന്റെ ഈ ഇന്നിംഗ്സ് ആണ്. ഈ പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ ഒരു വൻ ദുരന്തത്തിൽ സൺറൈസേഴ്സിന്റെ ഇന്നിംഗ്സ് അവസാനിച്ചേനെ. നേരത്തെ തന്നെ പവർ പ്ലേയിൽ 3 വിക്കറ്റ് സ്വന്തമാക്കിയിരുന്ന മിച്ചൽ സ്റ്റാർക്ക് ഡെത്ത് ഓവേഴ്സിൽ തിരികെ എത്തി 2 വിക്കറ്റുകൾ കൂടെ നേടി 5 വിക്കറ്റ് നേട്ടം ആഘോഷിച്ചു. 3.4 ഓവറിൽ 35 റൺസ് വഴങ്ങി 5 വിക്കറ്റ്. സ്റ്റാർക്കിന് മികച്ച പിന്തുണ നൽകിയ മിഡിൽ ഓവേഴ്സിൽ കളി നിയന്ത്രിച്ച കുൽദീപ് യാദവ് 4 ഓവറുകളിൽ 22 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് വീഴ്ത്തി. സൺറൈസേഴ്സ് ഉയർത്തിയ 164 എന്ന വിജയലക്ഷ്യം വളരെ അനായാസമായാണ് ഡൽഹി ക്യാപിറ്റൽസ് നേടിയത്. വളരെ എഫേർട്ട്ലെസ് ആയ ആ ഒരു ചേസിന് അടിത്തറ പാകിയത് ഫാഫ് ഡുപ്ലസിയുടെ ഇന്നിംഗ്സ് ആണ്. വെറും 26 പന്തുകളിൽ നിന്നാണ് ഡുപ്ലസി തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചത്. തുടക്കത്തിൽ ആ ഒരു താളം കണ്ടെത്താൻ വിഷമിച്ച മഗ്ഗർക്കിന് ഡുപ്ലസിയുടെ ഒരു ഫാസ്റ്റ് സ്കോറിംഗ് സഹായകമായി. ഡുപ്ലസിക്ക് ശേഷം വന്ന അഭിഷേക് പോരലും മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. ഇതിനിടയിൽ 32 പന്തുകളിൽ നിന്ന് 38 റൺസ് എടുത്ത് മഗ്ഗർക്ക് പുറത്തായി. 4ാമനായി ക്രീസിലേക്ക് എത്തിയത് KL രാഹുലാണ്. വന്നയുടൻ തന്നെ മുഹമ്മദ് ഷമിക്കെതിരെ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ആണ് KL രാഹുൽ കാഴ്ചവെച്ചത്. നേരിട്ട് 5ാം പന്തിൽ പുറത്തായെങ്കിലും അതിനുള്ളിൽ തന്നെ 2 ഫോറും 1 സിക്സും അടക്കം 15 റൺസ് രാഹുൽ നേടി. രാഹുലിനെ ഈ ഒരു ഡിസ്ട്രക്റ്റീവ് ബെസ്റ്റിൽ ഞാൻ കണ്ടത് അന്ന് പഞ്ചാബിന് വേണ്ടി കളിച്ചപ്പോഴാണ്. ഓപ്പണിംഗ് ഇറങ്ങി 14 പന്തുകളിൽ നിന്ന് 50 അടിച്ച KL രാഹുൽ. ഇനി ഒരു പക്ഷേ അന്ന് പഞ്ചാബിൽ കളിച്ച ആ ഒരു രീതിയിലായിരിക്കും താൻ ഇനി ഈ സീസണിൽ കളിക്കാൻ പോവുക എന്ന പ്രഖ്യാപനമാണോ KL രാഹുൽ നടത്തിയതെന്ന് നമുക്ക് വരുന്ന മത്സരങ്ങളിൽ കണ്ടറിയാം. രാഹുലിന്റെ വിക്കറ്റിന് ശേഷം ക്രീസിലെത്തിയ ട്രിസ്റ്റൻ സ്റ്റെപ്സ് അഭിഷേക് പോറലിന് കൂടെ ചേർന്നതോടെ പിന്നീട് വിക്കറ്റ് നഷ്ടം ഒന്നുമില്ലാതെ തന്നെ DC സൺറൈസേഴ്സ് ഉയർത്തിയ വിജയലക്ഷ്യം മറികടന്നു. 24 പന്തുകൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റിന്റെ അനായാസ ജയം. അതോടെ 2 മത്സരങ്ങളിൽ നിന്ന് 2 ജയത്തോടെ പോയിന്റ് ടേബിളിൽ RCBക്കൊപ്പം എത്താനും DCക്കായി. LSGക്കെതിരായ ആദ്യ മത്സരം അശുതോഷ് ശർമ്മയുടെ ഒരു മാജിക്കിലൂടെയാണ് അവർ ജയിച്ചതെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആയിരുന്നു. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് തന്നെ പറയാവുന്ന മത്സരം. ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റിംഗ് യൂണിറ്റിനെതിരെ നടത്തിയ ഈ ഒരു പ്രകടനം തീർച്ചയായും അവർക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകും. എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യമെടുത്താൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇതുപോലെയുള്ള ഒരു ഓൾ ഔട്ട് അറ്റാക്ക് തന്നെ വേണമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. തുടരെ വിക്കറ്റുകൾ വീണിട്ടും വീണ്ടും അറ്റാക്ക് ചെയ്യുക എന്ന ഒരേ മൈൻഡ് സെറ്റോടെയാണ് സൺറൈസേഴ്സിന്റെ ഓരോ ബാറ്റർമാരും ക്രീസിലെത്തിയത്. നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നിയാലും ഈ ഒരു ടെംപ്ലേറ്റിൽ തന്നെ ഈ ഒരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് തന്നെയായിരിക്കും അവർ തുടർന്നും കളിക്കുക. അത് ഏറെക്കുറെ ഉറപ്പാണ്. ഇങ്ങനെ ഒരു അറ്റാക്കിംഗ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇതുപോലെയുള്ള ദിവസങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം എന്നും ഓൾ ഔട്ട് അറ്റാക്ക് എന്നൊരു ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് 250 260 റൺസും ഒന്നും സ്കോർ ചെയ്യാൻ കഴിയില്ല. പവർ പ്ലേയിൽ തുടരെ വിക്കറ്റുകൾ വീണാൽ കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ 200 താഴെ ഒതുങ്ങും. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ സക്സസ്ഫുൾ ആയി ഡിഫെൻഡ് ചെയ്യാൻ ഒരു ബോളിംഗ് യൂണിറ്റ് ഇവർക്കില്ല.
ഇത് അവരുടെ ഒരു പ്രധാന പ്രശ്നമാണ്. ഇത് ഞാൻ പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുള്ള കാര്യവുമാണ്. ഇവർ പ്ലേ ഓഫിൽ എത്തുന്നെങ്കിൽ അത് അവരുടെ ബാറ്റിംഗ് യൂണിറ്റിന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമായിരിക്കും. അല്ലാതെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഹൈദരാബാദിനെ പോലെ ചെറിയൊരു സ്കോർ നേടിയതിനു ശേഷം അത് ഡിഫെൻഡ് ചെയ്ത് ജയിച്ചു വരുന്ന ഒരു ടീമല്ല ഇപ്പോഴത്തെ സൺറൈസേഴ്സ്. LSGയും DCയും ചെയ്തതുപോലെ കൃത്യമായ പ്ലാനോടെ വന്ന് സൺറൈസേഴ്സ് ബാറ്റർമാരെ മറ്റു ടീമുകൾ കുരുക്കാൻ തുടങ്ങിയാൽ അവരുടെ പ്ലേ ഓഫ് സാധ്യത തന്നെ തുലാസിലാവും എന്നതാണ് മറ്റൊരു കാര്യം. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.